അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. How many terms of the arithmetic sequence 99, 97, 95 must be added to get 900? അതായത് 99, 97, 95 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുന്നത്? അപ്പോൾ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുക എന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സമ്മ് കാണാൻ ഒരു അൽജിബ്ര ഉണ്ട് അല്ലെ. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താണ് സമ്മ് കാണാനുള്ള അൽജിബ്ര? Pn² പ്ലസ് Qn എന്ന് പറയും. എന്താണ് Pn² പ്ലസ് Qn? അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് കോമൺ ഡിഫറൻസ് ആണ്, പൊതു വ്യത്യാസത്തിന്റെ പകുതി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 97 മൈനസ് 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. അപ്പൊ -2ന്റെ പകുതി, അപ്പൊ -2/2 -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി P പ്ലസ് Q ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 99 ആയ ഫസ്റ്റ് ടേം കിട്ടണം. P നമുക്ക് കിട്ടി -1 ആണ്. അപ്പൊ -1 പ്ലസ് Q ഈക്വൽ ടു 99, Q ഈക്വൽ ടു 99 പ്ലസ് 1 100. അതായത് ഈ -1നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോ അത് +1 ആവും. അപ്പൊ 99 പ്ലസ് 1 100 എന്ന് കിട്ടും. അപ്പൊ Pയും Q ആയി. ഇനി നമുക്ക് അൽജിബ്ര കാണാം. Pn² പ്ലസ് Qn 900 എന്ന് കൊടുത്തു. P -1 ആണ്. അപ്പൊ -n² പ്ലസ് 100n ഈക്വൽ ടു 900. നമ്മൾ എപ്പോഴും പറഞ്ഞു n²ന്റെ ടേം എപ്പോഴും പോസിറ്റീവ് ആക്കുക. അതിനെല്ലാത്തിനും ഒരു നെഗറ്റീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നെഗറ്റീവിനെ പോസിറ്റീവും പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കിയാൽ മതി. അപ്പൊ -n² എന്നുള്ളത് എന്താവും? n² ആവും. പ്ലസ് 100 എന്നുള്ള -100 ആവും. ഈക്വൽ ടു -900 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കൂടെയുള്ള സംഖ്യ 100 ആണ്. 100ന്റെ പകുതി 50. 50ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ എടുത്ത പോലെ തന്നെ n² n എടുത്തു, മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. 100ന്റെ പകുതി 50 എടുത്തു. ഹോൾ സ്ക്വയർ ഈക്വൽ ടു -900 പ്ലസ് 50ന്റെ സ്ക്വയർ 2500. ഇനി 2500 എന്ത് ചെയ്യണം? 900 മൈനസ് ചെയ്യണം. അപ്പൊ 1600 കിട്ടും. ഇനി നമുക്ക് റൂട്ട് എടുക്കാലോ. പ്ലസ് ഓർ മൈനസ് 1600 വരും. 1600ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പൊ n-50 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 14 വരും. ഇനി നമുക്ക് പ്ലസ് ഓർ മൈനസിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് ഓർ മൈനസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? n-50 ഈക്വൽ ടു 14 വരും, അല്ലെങ്കിൽ n-50 ഈക്വൽ ടു -14 വരും. ഇനി -50 അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ n ഈക്വൽ ടു 40 പ്ലസ് 50 എന്ന് കിട്ടും, അല്ലെങ്കിൽ n ഈക്വൽ ടു -40 പ്ലസ് 50 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 40ഉം 50ഉം കൂട്ടുമ്പോൾ 90 എന്ന് കിട്ടും, അല്ലെങ്കിൽ -40ഉം പ്ലസ് 50ഉം കൂടി കൂട്ടുമ്പോൾ 10. അതായത് ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും ആദ്യത്തെ 90 പദങ്ങളുടെ തുകയും എന്ത് തന്നെയാണ്? 900 ആണ്. Sum of 10 terms and 19 terms are 900. ഈ ശ്രേണിയിലെ ആദ്യത്തെ 90 പദങ്ങളുടെ തുകയും ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും 900 ആണ്. ഓക്കെ, അപ്പൊ Pn² പ്ലസ് Qn ഓർത്തിരിക്കുക കേട്ടോ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി, P പ്ലസ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം.